തേങ്ങവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും ലാഭമില്ലെന്നും നഷ്ടമാണെന്നും നാളികേര കച്ചവടക്കാർ. വെളിച്ചെണ്ണയ്ക്കും മീനിനും വില കുതിച്ചുയരുമ്പോഴും പാവപ്പെട്ടവന്റെ അടുപ്പെരിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് സാധാരണക്കാർ പരാതിപ്പെടുന്നത്. കേരളത്തിൽ ഭരണമുണ്ടോ എന്ന് പോലും ജനങ്ങൾക്ക് സംശയമാണ് എന്നും ആശങ്ക ഉണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില സർവകാല റെക്കോർഡ് കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുമ്പോഴും വിലവർധനവിൽ കാര്യമായ നേട്ടമില്ലെന്ന് കച്ചവടക്കാർ. വില വർദ്ധിച്ചതോടെ കച്ചവടം കുറയുകയാണ് ചെയ്തതെന്നാണ് കച്ചവടക്കാരുടെ പരാതി. ലാഭമില്ല, കച്ചവടക്കാർക്ക് ലാഭം കുറവാ. ഇപ്പം കൂടുതൽ പൈസ വേണം കച്ചവടം ചെയ്യാൻ. ആദ്യം ഇത്ര വേണ്ടിയില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള ലാഭം കുറയും. പിന്നെ കച്ചവടം കുറയും. ഈ വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ ആളുകളുള്ള സാധനം പകുതിയേ വാങ്ങുള്ളൂ. 1 കിലോ വാങ്ങുന്ന ആൾ അര കിലോ വാങ്ങും. വെളിച്ചെണ്ണയ്ക്ക് മാത്രമല്ല മീൻവിലയടക്കം സകലതിനും വില കയറിയതോടെ സാധാരണക്കാർ അക്ഷരാർത്ഥത്തിൽ ദുരിതക്കയത്തിലാണ്. ലോണ് പലിശ കെട്ടിയിട്ട് വരികയാണ്. 105 റുപ്യക്ക് 10 റുപ്യക്ക് കൂടെ വാങ്ങിക്കുന്നത്. ഉള്ള സത്യം പറയച്ച കന്തുവെട്ടിയായിട്ട് വാങ്ങിക്കുന്നത്. ജീവിക്കാൻ ഭയങ്കര കഷ്ടമാണ്. മരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കടനൊക്കെ കെട്ടിയിട്ട് നല്ല പിള്ളയായിട്ട് പോകണം. അത്രയേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. 3 നേരം ഭക്ഷണം അതൊരു നേരമായി ചുരുക്കേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട് ചിലർക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ മാർഗമില്ലാത്ത തരത്തില്ല. കടലിലും മീനില്ല, കടലിലുള്ള സാധനത്തിന് വിലക്കയറ്റോ. പെൻഷന് കിട്ടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. 1600 റുപ്യ ഉണ്ട് നമുക്ക് ഒരു മാസം, അല്ല ഒരു മാസം ജീവിക്കാൻ കഴിയില്ല. സത്യത്തിൽ മരുന്ന് വാങ്ങണം, പിന്നെ ചായ കുടിക്കണം. നമ്മൾ ചായ കുടിക്കുന്ന ആൾക്കാരാണ്. ചായ തന്നെ 1-2 നേരം വേണം. പട്ടിണിയാണെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പലരും. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയൊരു ഇതല്ല, ഭരണമല്ലല്ലോ ഇവിടെ. വിട്ടു പോകുന്ന എങ്ങനെയോ ജീവിച്ച് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒറ്റപ്പെട്ട ജീവിക്കുന്ന ആളാണ്. ആരുമില്ലാത്തൊരു ഇതാണ്. പിന്നെ ഇപ്പോൾ റേഷൻ കാർഡ് തന്നെ താഴ്ന്ന റേഷൻ കാർഡ് ആക്കാൻ പോലെ ഒരാൾക്ക് ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കൂല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പലതും അനുഭവിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. പിണറായി സർക്കാർ എത്രയും വേഗം പടിയിറങ്ങണം. മടുപ്പിന്റെയും ക്ഷമയുടെയും നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു പലരും. വീടിന്റെ അവസ്ഥ പട്ടിണി തന്നെ, വേറെ എന്താ. കടമായി തിന്നു ആകെ എന്താ പ്രതീക്ഷിച്ചിരിക്കുന്ന മാസമാണിത്. ഈ മാസം ഒന്നുമില്ല. പിണറായി സർക്കാർ പോയിട്ട് വേറെ ആരും വരണം, ഒന്നും നോക്കാം. ഇവിടുത്തെ ഭരണത്തിന്റെ കൊള്ളരായ്മ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ്സിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾ പണിക്ക് പോയി വരുന്നതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള അടച്ച പൈസ ഇതുവരെ കിട്ടിയില്ല. 1500. സർക്കാരിനെ തള്ളിപ്പറയാൻ മനസ്സില്ല ചിലർക്ക്. പക്ഷേ അവരും സമ്മതിക്കുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. കേരളത്തിന്റെ ഭരണം ജനങ്ങൾ വിലയിരുത്തിക്കോളൂ. അത് നിങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ജനങ്ങൾ വിലയിരുത്തൂ. പൊതുവെ ജനങ്ങളെ ദുരിതങ്ങൾ അകറ്റാൻ വന്ന ആളുകൾ സർക്കാരിന്റെ നയങ്ങൾ അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തോളൂ. ആശ്വാസകരമായ ഒരു വാക്കുപോലും പറയാനില്ലാർക്കും. നിരാശരാണ് പലരും. ഇതാണ് സാധാരണക്കാരന്റെ അവസ്ഥ. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ലാത്ത അറിയാത്ത ജീവിതങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട്. ഇവരെ അറിയാൻ നമ്മുടെ സർക്കാരിന് ഇനി എന്ന് കഴിയും. ജനം, കോഴിക്കോട്.